ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പേപ്പർ ഇതുപോലെ രണ്ടായി മടക്കി കൊടുക്കുക. അതിന് ശേഷം അതിനെ വീണ്ടും രണ്ടായി മടക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു മടക്ക് കൂടെ കൊടുത്ത് നന്നായി പ്രസ് ചെയ്തെടുക്കുക. പെറ്റൽസ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 8 പാർട്സായിട്ട് കാണാൻ പറ്റും. ഇനി പേപ്പറിനെ ഇതുപോലൊന്ന് കോണാക്കി മടക്കി കൊടുക്കുക. അങ്ങനെ ഒരു ഭാഗം മുകളിലോട്ടും ഒരു ഭാഗം താഴോട്ടുമായിട്ട് ഒന്ന് മടക്കി കൊടുത്ത് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാവും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവുക. ഇനി മടക്കിയെടുത്ത പേപ്പറിനെ പെറ്റൽസ് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിയിലൊന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുക. ഇങ്ങനെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരടപ്പ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 16 ലെയർ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കട്ടി ഉണ്ടാവും. അതുകൊണ്ട് വലിയ കത്രിക ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 പെറ്റൽസ് വരുന്ന 2 സെറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു സെറ്റ് കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 8 പെറ്റൽസ് വരുന്ന 4 എണ്ണം കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിനൊക്കെ ഓപ്പൺ ചെയ്ത് ഒന്ന് വേർപ്പെടുത്തി കൊടുത്ത ശേഷം ഒരു കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ആ സെൻറ്റർ ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അടുത്തതിൽ നിന്ന് ഒരു പെറ്റലിനെ കട്ട് ചെയ്തെടുക്കുക. അതായത് 2 സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു പെറ്റൽ മാത്രം വേറായി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതുപോലെ അടുത്ത പേപ്പറിൽ നിന്ന് 2 പെറ്റൽസിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സെൻറ്റർ ഭാഗം വരെ മാത്രം കട്ടാവാൻ ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ പേപ്പറിൽ നിന്ന് ഇതുപോലെ 3 പെറ്റൽസിനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. ഇപ്പോൾ 1 2 3 5 6 7 8 അങ്ങനെ പെറ്റൽസിനെ കിട്ടിയിട്ടുണ്ടാവും. ഇനി 4 വരുന്ന പെറ്റൽസ് മാത്രം കിട്ടാനുള്ളൂ. അതിനായിട്ട് ഇതുപോലെ പേപ്പർ ഒറ്റ തവണ സെൻറ്ററൊന്ന് മടക്കി കൊടുത്ത ശേഷം കോണായിട്ട് ഒരു സൈഡ് മുകളിലോട്ടും ഒരു സൈഡ് താഴോട്ടുമായിട്ടൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നേരത്തെ കട്ട് ചെയ്തെടുത്ത പെറ്റൽസിനെ ഒന്ന് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 4 പെറ്റൽസ് വരുന്ന ഭാഗം കിട്ടിയിട്ടുണ്ടാവും. ഞാനിവിടെ എടുത്തിട്ടുള്ള പേപ്പർ പല നിറത്തിലുള്ള കത്ത് കവറുകളാണ് കേട്ടോ. പിന്നെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ അവസാനത്തിൽ കാണിക്കാം കേട്ടോ. ഇനി കട്ട് ചെയ്തെടുത്ത എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് ക്രമത്തിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഓരോ പെറ്റൽസിനെയും ഈർക്കിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെൻസിലോ സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ പെറ്റൽസിനൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം 8 പെറ്റൽസ് വരുന്ന പേപ്പർ എടുത്തിട്ട് ഒരു പെറ്റൽസ് കംപ്ലീറ്റായി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ അടുത്തൊരു പെറ്റലിലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ പെറ്റൽസും ഒട്ടിച്ചെടുക്കുക. ഇവിടെ കത്തിൻ്റെ കവർ ആയതുകൊണ്ടാണ് കേട്ടോ 2 തരം ഡിസൈനായിട്ട് കാണുന്നത്. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെറ്റൽ ഒട്ടിച്ചെടുത്തതിൻ്റെ എൻഡിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് 2 പെറ്റൽ ഒട്ടിച്ചതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇറക്കി കൊടുക്കുക.
ഇനി ഇതുപോലെ പെറ്റലിൻ്റെ എൻഡ് ഭാഗം ഒന്നുകൂടെ ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ 8 പെറ്റൽസ് വരുന്ന പേപ്പർ 7 പെറ്റൽസായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും, 7 ഉള്ളത് 6 കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം ഓരോ പെറ്റൽസ് വീതം കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇനി നേരത്തെ ഒട്ടിച്ച് വെച്ച പെറ്റൽസിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ പെറ്റൽസിനെയും അടുത്തതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി വലിപ്പം കൂടുന്തോറും പെറ്റൽസിൻ്റെ ഉള്ളിലായിട്ട് ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോഡി സ്പ്രേ പോലത്തെ എന്തിനെങ്കിലും വട്ടം കുറഞ്ഞ അടപ്പിൽ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഉള്ളിലോട്ടായിട്ട് ഇടയ്ക്കൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തൊരു പെറ്റലിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നേരത്തെ ഒട്ടിച്ച് വെച്ചതിന് ഇറക്കി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ ലെയറും കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി ഒരടപ്പിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഫ്ലവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. ബൈ.